ഒരു മെട്രിക്സിന്റെ റോ സ്പേസ്, കോളം സ്പേസ്, അതുപോലെ നൾ സ്പേസ് ഇവ എന്താണെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ആർബിട്രറി ആയിട്ടൊരു m/n മെട്രിക്സ് ചൂസ് ചെയ്യുന്നു. m റോസും n കോളംസുമുള്ള ഒരു മെട്രിക്സ് ചൂസ് ചെയ്യുന്നു. അതിലെ ഫസ്റ്റ് റോ a11, a12 എക്സെട്ര a1n, സെക്കൻഡ് റോ a21, a22 എക്സെട്ര a2n, അങ്ങനെ ലാസ്റ്റ് റോ അതായത് mth റോ am1, am2 എക്സെട്ര amn. ഇനി ഇതിലെ ഫസ്റ്റ് റോയില് a11, a12 അങ്ങനെ a1n വരെ n എൻട്രീസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് Rn ഒരു വെക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതിനെ R1 എന്ന് വിളിക്കുക. R1 എന്നുള്ളത് ഇതിലെ ഫസ്റ്റ് റോ, R2 സെക്കൻഡ് റോ, അത് വെക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. Rn വെക്ടേഴ്സ് n എൻട്രീസ് ഉണ്ട് അവിടെ. Rm എന്നുള്ളത് mth റോ, അതായത് ഇതിലെ mth റോയാണ്, അത് Rn മറ്റൊരു വെക്ടർ ആണ്. അങ്ങനെ R1, R2 എക്സെട്ര Rm അതെല്ലാം Rn വെക്ടേഴ്സ് ആണ്. ഇവരെയാണ് മെട്രിക്സ് എയുടെ റോ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സിമിലർലി ഇവിടെ നമുക്ക് കോളംസ് ഉണ്ട്. അപ്പോൾ ഓരോ കോളത്തിനെയും ഓരോ വെക്ടർ ആയിട്ട്, ഓരോ കോളത്തിലും m എൻട്രീസ് ആണ്. a11 ഫസ്റ്റ് കോളം നോക്കാം, a11, a21 അങ്ങനെ am1 വരെ. അപ്പോൾ അവിടെ m എൻട്രീസ് ആണ്. അപ്പോൾ അവരെല്ലാം Rm വെക്ടേഴ്സ് ആണ്. അങ്ങനെ നമുക്ക് n എൻട്രീസ് ഉണ്ടായിരിക്കും. c1, c2 എക്സെട്ര cn വരെ ഉണ്ടായിരിക്കും. n കോളംസ് ആണ്. അപ്പൊ ഇവരെയാണ് ഇതിന്റെ മെട്രിക്സ് എയുടെ കോളം വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതെല്ലാം Rm വെക്ടേഴ്സ് ആയിരിക്കും. റോ വെക്ടേഴ്സ് Rn വെക്ടേഴ്സ് ആയിരിക്കും. അവിടെ m/n മെട്രിക്സ് ആണെങ്കിലുള്ള കേസാണ് പറഞ്ഞത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു 2/3 മെട്രിക്സ് ആണ്. 2 റോയും 3 കോളംസുമുള്ള മെട്രിക്സ് ആണ്. സോ ഇതിന്റെ റോ വെക്ടേഴ്സ് 2 ആയിരിക്കും. R1 അത് എല്ലാം R3 വെക്ടേഴ്സ് ആണ്. 2, 1, 0, അതുപോലെ 3, -1, 4. അപ്പൊ ഇതാണ് അതിന്റെ റോ വെക്ടേഴ്സ്. ഇനി കോളംസ് എടുക്കാം. 2, 3, 1, -1 ഇതെല്ലാം R2 ആണ്. 0, 4 3 ഉണ്ട്. R2 3 വെക്ടേഴ്സ്. ഇതാണ് അതിന്റെ കോളം വെക്ടേഴ്സ്. ഒരു എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇതാണ് റോ വെക്ടേഴ്സും കോളം വെക്ടേഴ്സും. നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് റോ സ്പേസ്, കോളം സ്പേസ്, അതുപോലെ തന്നെ നൾ സ്പേസ് ആണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു m/n മെട്രിക്സ് ആണെങ്കിൽ അതിലുള്ള റോ വെക്ടേഴ്സ് എല്ലാം Rn മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന Rn സബ് സ്പേസിനെയാണ് നമ്മൾ റോ സ്പേസ് ഓഫ് എ എന്ന് വിളിക്കുന്നത്. അതിന് ഈ ഒരു നൊട്ടേഷനും കൂടി, ഞാൻ നൊട്ടേഷൻ ഇവിടെ എഴുതാം, റോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എ, ഈ ഒരു നൊട്ടേഷനും കൂടിയും റോ സ്പേസ് ഓഫ് എക്ക് ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ തന്നെ ഈ കോളം വെക്ടേഴ്സ് അതെല്ലാം Rm വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സ്പാൻ ചെയ്യുന്നത്, അതായത് അവരുടെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എടുക്കുക, അതാണ് സ്പാൻ ചെയ്യുന്ന വെക്ടർ സ്പേസ്. അപ്പോൾ അതെല്ലാം Rm വെക്ടേഴ്സ് ആയിരുന്നതുകൊണ്ട് അവർ സ്പാൻ ചെയ്യുന്ന സബ് സ്പേസ് Rm ഒരു സബ് സ്പേസ് ആയിരിക്കും. അതിനെയാണ് m/n മെട്രിക്സ് എയുടെ കോളം സ്പേസ് എന്ന് വിളിക്കുന്നത്. അതിന് ഇങ്ങനെ ഒരു നൊട്ടേഷനും കൂടി എഴുതാറുണ്ട്. COL ഓഫ് എ എന്നുള്ളൊരു നൊട്ടേഷനും കൂടിയും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നൾ സ്പേസ് ആണ്. അത് AX = 0 എന്നുള്ള ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ സ്പേസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതുന്നു. ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എഴുതിയതിന് ശേഷം ദെൻ പാരാമീറ്ററുകളെല്ലാം കോമൺ ആയിട്ടൊക്കെ പുറത്തെടുത്തിട്ട് നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് ഓർത്തെടുക്കുക, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്കിവിടെ വേറൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ AX = 0 എന്നുള്ള ഇതൊരു ഹോമോജീനിയസ് ആണ്. =0 എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് സിസ്റ്റം ആണ്. അതിൻ്റെ സൊല്യൂഷൻ സ്പേസിനെയാണ് എയുടെ നൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. അതിന് ഈ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. നൾ ഓഫ് എ എന്നുള്ളൊരു നൊട്ടേഷനും കൂടി, ഈ ഒരു നൊട്ടേഷൻ അതിന് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 കാര്യങ്ങൾ. റോ വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന Rn സബ് സ്പേസ് ആണ് റോ സ്പേസ് ഓഫ് എ. കോളം വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന Rm സബ് സ്പേസ് ആണ് കോളം സ്പേസ് ഓഫ് എ. ഇനി നൾ സ്പേസ് ആണ് ഒന്ന് ഓർത്തിരിക്കാനുള്ളത്. AX = 0 എന്നുള്ള ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ സ്പേസ് ആണ് മെട്രിക്സ് എയുടെ നൾ സ്പേസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറമാണ് തിയറം 4.7.1. നമുക്കതിൻ്റെ പ്രൂഫ് ഒന്നും പഠിക്കാനില്ല, സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞിരുന്നാൽ മതി.
എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ AX ഈക്വൽ ടു B ഈസ് കൺസിസ്റ്റൻറ്റ്. അതായത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം, മിനിമം ഒരു സൊല്യൂഷൻ എങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ കൺസിസ്റ്റൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് B ഈസ് ഇൻ ദി കോളം സ്പേസ് ഓഫ് A. അതായത് AX ഈക്വൽ ടു B എന്നുള്ള ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇത് ഹോമോജിനസ് ആവാം, നോൺ ഹോമോജിനസ് ആവാം. ഹോമോജിനസ് ആണെങ്കിൽ എല്ലായ്പ്പോഴും കൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം, അതിന് ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്. സോ ജനറലുള്ള കേസാണ് ഇവിടെ പറയുന്നത്. AX ഈക്വൽ ടു B എന്നുള്ളത് ഏതെങ്കിലുമൊക്കെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇവിടെ മെയിനായിട്ട് എയിം ചെയ്യുന്നത് നോൺ ഹോമോജിനസ് ആണ്. കാരണം ഹോമോജീനിയസ് സിസ്റ്റം എല്ലായ്പ്പോഴും കൺസിസ്റ്റൻ്റ് ആണ്. സോ ഇത് കൺസിസ്റ്റൻ്റ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ B എന്നുള്ളത് ഇതിൻ്റെ കോളം സ്പേസിൽ ഉണ്ടായിരിക്കണം. എയുടെ കോളം സ്പേസിലുണ്ടെങ്കിൽ, കോളം സ്പേസ് എന്ന് വെച്ചാൽ ബിനെ എയുടെ കോളം വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും. തിരിച്ച് AX ഈക്വൽ ടു B കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ആ ബീനെ ഈ കോളം വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. B എന്നുള്ളത് ഒരു വെക്ടർ ആയിരിക്കും. ആ വെക്ടറിനെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് കോളം വെക്റ്റേഴ്സിൻ്റെ ആരമിലത്തെ ആയിരിക്കും അവർ. അപ്പോൾ ആ കോളം വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആണ്. തിരിച്ച് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ബീനെ ഇവരുടെ കോളം വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും. ഇതാണ് തിയറം 4.7.1 പറയുന്നത്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഇവിടെ. ലെറ്റ് AX ഈക്വൽ ടു B ദ ലീനിയർ സിസ്റ്റം. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ലീനിയർ സിസ്റ്റം തന്നിട്ടുണ്ട്. അതിലത്തെ മെട്രിക്സ് A ഇതാണ്. AX ഈക്വൽ ടു B എന്നുള്ളൊരു ഫോർമാറ്റിലാണ്. ഒരു 3x3 മെട്രിക്സ് ആണ്. സോ എക്സ് എന്നുള്ളത് ഒരു 3x1 കോളം വെക്ടർ, അതുപോലെ ബിയും 3x1 കോളം വെക്ടർ ആണ്. അപ്പോൾ ഇനി AX ഈക്വൽ ടു B എന്നുള്ളൊരു ലീനിയർ സിസ്റ്റം, ഈ B ഇതിൻ്റെ കോളം സ്പേസിലുണ്ട്. അതായത് ഈ ബീനെ, ഇതാണ് നമ്മുടെ B, ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് ഈ മൂന്ന് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഈ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കൺസിസ്റ്റൻ്റ് ആണെന്ന് കാണിക്കാനുള്ളത് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഈ ബീനെ കോളം വെക്റ്റേഴ്സ്, 3 കോളം വെക്റ്റേഴ്സാണ്. ഇതാണ് ഇതിലത്തെ -1 1 2 3 2 1, അതുപോലെ 2 -3 -2, ഇതാണ് ഇവിടുത്തെ 3 കോളം വെക്റ്റേഴ്സാണ്. ആ 3 കോളം വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ഇതിനെ എഴുതുവാൻ സാധിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അത് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ ഈ AX ഈക്വൽ ടു B എന്നുള്ള ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്തിട്ട് x1 x2 x3 കണ്ടുപിടിച്ചാൽ മതി. അവരായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റ്. അതായത് ഇവിടുത്തെ ഫസ്റ്റ് കോളം വെക്റ്റർ C1 -1 1 2 C2 3 2 1 എല്ലാം R3യിലെ വെക്റ്റേഴ്സാണ്. ഇത് 3x3 ആണ്. സോ Rn രണ്ടും 3x3 തന്നെ ആയതുകൊണ്ട് R3 തന്നെയാണ് ഇവിടെ ഉള്ളത്. C3 2 -3 -2. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് ഈ B ഈക്വൽ ടു B എന്നുള്ളത് ഇത് 1 -9 -3, ഈ വെക്റ്ററിനെ ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കണം. അതായത് B ഈക്വൽ ടു സം, ഇവിടെ എഴുതാം, B ഈക്വൽ ടു സം K1 C1, വെക്ടർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നു, K1 C1 പ്ലസ് K2 C2 പ്ലസ് K3 C3. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുവാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള K1 K2 K3 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ AX ഈക്വൽ ടു B എന്നുള്ള ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്തിട്ട് x1 x2 x3 കണ്ടുപിടിക്കുന്നു. അതിൽ x1 ആയിരിക്കും ഇവിടുത്തെ K1, x2 ആയിരിക്കും K2, x3 ആയിരിക്കും K3. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. നമുക്ക് ആദ്യം ഈ ലീനിയർ സിസ്റ്റം AX ഈക്വൽ ടു B എന്നുള്ള ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്യാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB എടുക്കുന്നു. -1 3 2 1 2 -3 2 1 -2, ഇതിൻ്റെ കൂടെ ബിയും കൂടിയും ചേർക്കുന്നു. 1 -9 -3. ഓക്കെ, ഇനി നമുക്കിതിനെ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലേക്ക് മാറ്റാം. ഇവിടെ ഓൾറെഡി -1 ആണ്, നമുക്ക് അവിടെ 1 ആക്കണം. അപ്പം അതിന് വേണ്ടി
ഫസ്റ്റ് റോയിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ R1 ചേഞ്ചസ് ടു -R1, അതായത് അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെയാവും. ബാക്കിയുള്ള റോസിലൊന്നും ചേഞ്ച് ഇല്ല, അത് അതുപോലെ തന്നെ എഴുതുന്നു. 2 1 -2 -3. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ രണ്ട് എൻട്രീസും 0 ആക്കണം. അപ്പോൾ ഇവിടെ R2ലും ചേഞ്ച് വരണം, R3ലും ചേഞ്ച് വരണം. R2 ചേഞ്ചസ് ടു R2, ഇവിടെയുള്ള നമ്പറിൻ്റെ നേരെ നെഗറ്റീവ് -1 R1. ഇതാണ് നമ്മുടെ പിവോട്ട് 1 അല്ലെങ്കിൽ ലീഡിങ് 1. അത് ഏതാണോ റോയിലുള്ളത് ആ റോയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. R3 ചേഞ്ചസ് ടു R3 തന്നെ ഇവിടെ എഴുതുക. ഇനി ഇവിടെയുള്ള നമ്പറിൻ്റെ നേരെ നെഗറ്റീവ് 2 ഇൻറ്റു പിവോട്ട് 1 ഉള്ള റോ R1. നേരത്തെ ഇവിടെ -1 ആയതുകൊണ്ടാണ് അത് എഴുതാതിരുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. മെട്രിക്സ് ഇതിനോട് ഈക്വലൻ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും. 1 0 0 -3 -2 -1 5 -1 -8 7 2 -1. നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തു നോക്കിക്കോളൂ. ഇനി വേണ്ടത് ഇവിടെ 1 ആക്കുകയാണ്. ഈ 5ൻ്റെ പ്ലേസിൽ നമുക്ക് 1 ആക്കണം. അതാണ് നെക്സ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി. അത് 1 ആക്കുകയാണ് വേണ്ടത്. R2ലാണ് ചേഞ്ച് വരുത്തേണ്ടത്. ഇവിടെയുള്ള നമ്പറിൻ്റെ നേരെ റെസിപ്രോക്കൽ. സോ 1/5 R2. നമുക്കിങ്ങനെ കിട്ടും. 1 -3 -2 -1 0 1 -1/5 -8/5. തേർഡ് റോയിൽ ചേഞ്ച് ഇല്ല. 0 7 2 -1. ഓക്കെ, ഇനി വേണ്ടത് ആ റോയിലുള്ള ആ കോളത്തിലുള്ള ബാക്കി രണ്ട് എൻട്രീസും 0 ആക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ 0 ആക്കണം. R1ൽ ചേഞ്ച് വരുത്തണം. R1 ചേഞ്ചസ് ടു R1, ഇവിടെ -3 ആണ്, സോ ഇവിടെ +3. ഇവിടെയാണ് നമ്മുടെ ലീഡിങ് 1, അതായത് പിവോട്ട് 1 ഉള്ളത്. സെക്കൻഡ് റോ 3 R2. ഇനി R3 ചേഞ്ചസ് ടു R3, ഇവിടെ 7 ആണ്, സോ -7 R2. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മെട്രിക്സ് ഇതിനോട് ഈക്വലൻ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും. ഫസ്റ്റ് റോയിലും തേർഡ് റോയിലും ചേഞ്ച് ഉണ്ട്. നമുക്കിങ്ങനെ കിട്ടും. 1 0 -13/5 -29/5 0 1 -1/5 -8/5 0 0 17/5 51/5. ഇനി വേണ്ടത് ഇവിടെ 1 ആക്കുകയാണ്. ഈ 17/5നെ 1 ആക്കണം. സോ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് R3ലാണ് ചേഞ്ച്. ഇതിൻ്റെ റെസിപ്രോക്കൽ 5/17 R3. സോ ഈ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുമ്പോൾ 1 0 -13/5 -29/5 0 1 -1/5 -8/5 0 0 1 3 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് എൻട്രീസും ഈ ലീഡിങ് 1ന് മുകളിലുള്ള ഈ രണ്ട് എൻട്രീസും 0 ആക്കണം. സോ ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലുമാണ് ചേഞ്ച് വരുത്തേണ്ടത്. ഇങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ വരിക. R1 ചേഞ്ചസ് ടു R1 പ്ലസ് ഇവിടെ -13/5 ആണ്, സോ 13/5 R3. ഇവിടെയാണ് നമ്മുടെ ലീഡിങ് 1, തേർഡ് റോയിലാണ്. R2 ചേഞ്ചസ് ടു R2 പ്ലസ് 1/5 R3. ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. 1 0 0 0 1 0 0 0 1 2 -1 3. സോ ഇതിൽ നിന്നും x1 = 2, അല്ലെങ്കിൽ ഞാൻ ഇതിനെ വീണ്ടും മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ x = b എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 0 0 0 1 0 0 0 1 ഇൻറ്റു x1 x2 x3 ഈക്വൽസ് ലാസ്റ്റ് കോളം 2 -1 3. ഇനി ഇത് നമ്മുടെ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഫോമിലേക്ക് ആക്കുമ്പോൾ 1 ഇൻറ്റു x1 + 0 ഇൻറ്റു x2 + 0 ഇൻറ്റു x3 = 2. അപ്പോൾ അതിൽ നിന്നും x1 = 2. ഇനി 0 ഇൻറ്റു x1 + 1 ഇൻറ്റു x2 + 0 ഇൻറ്റു x3 = -1. സോ x2 = -1. ഇനി 0 ഇൻറ്റു x1 + 0 ഇൻറ്റു x2 + 1 ഇൻറ്റു x3 = 3. അപ്പോൾ അതിൽ നിന്നും x3 = 3. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. സോ നമുക്കിങ്ങനെ നോക്കിയാൽ മതി. 2 ഇൻറ്റു C1 എന്നുള്ള വെക്ടർ നമുക്ക് ഇങ്ങനെ വരുന്നു. -1 1 1. അടുത്തത് -1 ഇൻറ്റു
അപ്പോൾ -1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. 3 2 ഇതാണ് C2 എന്നുള്ള വെക്ടർ. 3 2 1. അടുത്തത് +3 ഇൻറ്റു തേർഡ് കോളം വെക്ടർ C3 2 -3 2. ഇത് ചെയ്താൽ നമുക്ക് B കിട്ടണം. അത് ജസ്റ്റ് വെരിഫൈ ചെയ്യാം. 2 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ നമുക്കിവിടെ -2 2 2. സോറി, ഇവിടെ 2 ആണ്, സോ 4 എന്ന് വരും. ഓക്കെ, C1 അവിടെ 2 ആണ്. ഓക്കെ, ഇനി അടുത്തത് മൈനസ് ആണ്. -3 2 1 പ്ലസ് ഇവിടെ 6 -9 6. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നോക്കുക. -2 -3 അപ്പോൾ -5 പ്ലസ് 6 അപ്പോൾ 1 എന്ന് കിട്ടും. ഇനി 2 -2 0 ആയി, പ്ലസ് -9 അപ്പോൾ നമുക്ക് -9. ഇവിടെ 4 -1 3 4 -1 3. ഇവിടെ 3 ഇൻറ്റു -2 ഉണ്ട്. 3 ഇൻറ്റു ഇവിടെ -2 ആണ്, അവിടെ -2 ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് വരുന്നത് -6 ആണ്. സോ 3 -6 എന്ന് വരും. സോ -3. അപ്പോൾ അത് നമ്മുടെ B തന്നെയാണ്. അപ്പോൾ ഇതാണ് വഴി Ax = B എന്നുള്ള ലീനിയർ സിസ്റ്റം. നോൺ ഹോമോജിനസ് ആണ്. അത് സോൾവ് ചെയ്തിട്ട് x1 x2 x3 എത്രയാണോ വേരിയബിൾസ് ഉള്ളത് അത് കണ്ടുപിടിക്കുക. അതായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോഴുള്ള സ്കേലാർസ്. അപ്പം ഇങ്ങനെയാണ് ഒരു ലീനിയർ സിസ്റ്റം, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക് ഫോം ആയാലും മതി, കൺസിസ്റ്റൻ്റ് ആണെന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ബീനെ ഇവരുടെ ലീനിയർ കോളം വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിച്ചു. സോ നേരത്തെ പറഞ്ഞ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ആ ലീനിയർ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്. നമുക്ക് ഓൾറെഡി സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആണ്, എന്നാൽ അതൊന്നും കൂടി പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്ത തിയറും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ അറിയേണ്ടതുള്ളൂ, പ്രൂഫില്ല. ഇഫ് x0 ഈസ് എനി സൊല്യൂഷൻ ഓഫ് എ കൺസിസ്റ്റൻറ്റ് ലീനിയർ സിസ്റ്റം Ax = B and if S = set V1 V2 etc. Vk is a basis for the null space of A, then every solution of Ax = B can be expressed in the form x = x0 plus C1 V1 plus C2 V2 plus etc. plus Ck Vk. Conversely, for all choices of scalars C1 C2 etc. Ck, the vector x in this formula is a solution of Ax = B. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് x0 എന്നുള്ളത് Ax = B എന്നുള്ള ഇതൊരു കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആയിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്കിവിടെ ഇത് കൺസിസ്റ്റൻറ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. x0 എന്നുള്ളത് Ax = B എന്നുള്ള കൺസിസ്റ്റൻറ്റ് ലീനിയർ സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ. ചില സിസ്റ്റത്തിന് യൂണീക്ക് സൊല്യൂഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉള്ളതുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ജനറൽ കേസും കൂടി ഉള്ളത് കൊണ്ട് അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടാൻ അതിൻ്റെ ആർബിട്രറി വാല്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലുമൊക്കെ ഒരു വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. ഇനി എസ് എന്നുള്ളൊരു സെറ്റ് V1 V2 etc. Vk നൾ സ്പേസ് ഓഫ് എയുടെ, അതായത് Ax = 0 എന്നുള്ള ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ സ്പേസിൻ്റെ ബേസിസ് ആണ് എസ് എന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ നൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. Ax = 0 എന്നുള്ള ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ സ്പേസ് ആണ് നൾ സ്പേസ്, അതിൻ്റെ ഒരു ബേസിസ് ആണ് എസ് എന്ന് വിചാരിക്കുക. ദെൻ Ax = Bയുടെ എല്ലാ സൊല്യൂഷനെയും നമുക്ക് ഈ ഒരു ഫോമിൽ ഏതൊരു സൊല്യൂഷനെയും x0 എന്നുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എടുക്കുക. ദെൻ Ax = B എന്നുള്ള ലീനിയർ സിസ്റ്റത്തിൻ്റെ എല്ലാ സൊല്യൂഷനെയും നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ സാധിക്കും. x = x0 plus C1 V1 plus C2 V2 plus etc. plus Ck Vk C1 C2 etc. Ck ഇനി സ്കേലാർസ്. തിരിച്ച് C1 C2 etc. Ckയുടെ ഏതൊരു വാല്യൂ എടുത്താലും C1 C2 etc. Ckക്ക് കോടിക്കണക്കിന് ചോയ്സസ് ഉണ്ട്, ഇൻഫൈനൈറ്റ്ലി മെനി ചോയ്സസ് ഉണ്ട്. ഏതൊക്കെ ചോയ്സസ് എടുത്താലും ഈ ഫോർമാറ്റിലുള്ള ഏത് എക്സ് ചൂസ് ചെയ്താലും നമുക്കൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ x0 വേണം. x0 പ്ലസ് ഇവരുടെ ഏത് ലീനിയർ കോമ്പിനേഷൻ എടുത്താലും അതെല്ലാം Ax = Bയുടെ ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്നുമാണ് ഈ തിയറത്തിൽ പറയുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിലെ x0നെ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് Ax = Bനെയും റിമൈനിങ് പാർട്ട്, അതായത് ഇവിടെ തൊട്ട് C1 V1 plus C2 V2 plus etc. plus Ck Vkനെ ജനറൽ സൊല്യൂഷൻ ഓഫ് Ax = 0 എന്നും വിളിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, x0നെ ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നും
ആ റിമൈനിങ് പാർട്ടിനെ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഹോമോജിനസ് സിസ്റ്റത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്നും വിളിക്കും. ഓക്കെ, ഇനി പ്രൂഫൊന്നും ഇല്ലാത്ത പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിസൾട്ടുകളാണ് ഇനി പറയുന്നത്. തിയറം 4.7.3 എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഡു നോട്ട് ചേഞ്ച് ദ നൾ സ്പേസ് ഓഫ് ദ മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സ് എടുത്തിട്ട് അതിൽ എന്തൊക്കെ എലമെൻ്ററി ഓപ്പറേഷൻസ് റോ ഓപ്പറേഷൻസ് ചെയ്താലും റിസൾട്ടിങ് മെട്രിക്സ് ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്താൽ തന്നെ നമുക്ക് അവിടെ ചേഞ്ചസ് വരാം. അപ്പോൾ അങ്ങനെ പുതിയ മെട്രിക്സ് ആയിരിക്കും, റോ ഈക്വലൻ്റ് ആയിട്ടുള്ള വേറൊരു മെട്രിക്സ് ആയിരിക്കും. പക്ഷേ ആ രണ്ടിൻ്റെയും പഴയ മെട്രിക്സിൻ്റെയും ഈ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഓരോ സ്റ്റേജിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെട്രിക്സസ് കിട്ടും. അവരുടെ എല്ലാവരുടെയും നൾ സ്പേസ് സെയിം ആയിരിക്കും. അതാണ് നൾ സ്പേസിനെ ചേഞ്ച് ചെയ്യുന്നില്ല റോ ഓപ്പറേഷൻസ്. ഇതേപോലെ തന്നെ 4.7.4 പറയുന്നത് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഡു നോട്ട് ചേഞ്ച് ദ റോ സ്പേസ് ഓഫ് ദ മെട്രിക്സ്. റോ സ്പേസിനെയും ചേഞ്ച് ചെയ്യുന്നില്ല. എലമെൻ്ററി ഓപ്പറേഷൻസ് റോ ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നൾ സ്പേസിനും മാറ്റം ഉണ്ടാവില്ല, റോ സ്പേസിനും മാറ്റം ഉണ്ടാവില്ല. ഇതാണ് ഈ 2 തിയറത്തിലും പറയുന്നത്. നമുക്ക് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് എ ബേസിസ് ഫോർ ദ നൾ സ്പേസ് ഓഫ് ദ മെട്രിക്സ്. ഒരു 4/6 മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ നൾ സ്പേസ്, അതായത് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ സ്പേസിൻ്റെ ആ സൊല്യൂഷൻ സ്പേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഒരു ബേസിസും കൂടിയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നൾ സ്പേസിൻ്റെ ബേസിക്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വഴി എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജിലും പുതിയ എയോട് റോ ഈക്വലൻ്റ് ആയിട്ടുള്ള പുതിയ മെട്രിക്സസ് ആണ് കിട്ടുക. പക്ഷേ നമ്മുടെ തിയറം 4.7.3 പറഞ്ഞിട്ടുണ്ട് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് നൾ സ്പേസിന് മാറ്റമൊന്നും ഉണ്ടാക്കില്ല, ചേഞ്ച് ഒന്നും വരുത്തില്ല. സോ പുതിയ മെട്രിക്സിൻ്റെ ഇങ്ങനെ റോ ഓപ്പറേഷൻസ് നമുക്ക് ഇതിനെ റോ എക്ലോൺ ഫോമിലേക്ക്, റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലേക്ക് മാറ്റുകയാണ്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ മെട്രിക്സ് ആയിരിക്കും. എന്നാലും അതിൻ്റെ ആദ്യത്തെ മെട്രിക്സിൻ്റെ നൾ സ്പേസ് തന്നെയായിരിക്കും. അത് തന്നെയായിരിക്കും ലാസ്റ്റത്തെ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലുള്ള മെട്രിക്സിൻ്റെയും നൾ സ്പേസ്. സോ നമ്മൾ ആ ഒരു ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നൾ സ്പേസ് എന്നുള്ളത് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ലീനിയർ സിസ്റ്റത്തിൻ്റെ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ സ്പേസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം എന്ന് തന്നെ ഞാൻ റിപ്പീറ്റഡ്ലി അത് എഴുതുന്നില്ല. ഫസ്റ്റ് എൻട്രി 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചേഞ്ചസ് ഒന്നും വരുത്തുവാനില്ല. ഇനി വേണ്ടത് അതിന് താഴെയുള്ള റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. എക്സ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ലാസ്റ്റ് കോളം 0 0 0 ഇവിടെ വേണ്ട, അത് എഴുതിയില്ലെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എഴുതേണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ R2ൽ ചേഞ്ച് വരുത്തണം. ഇതാണ് നമ്മുടെ ലീഡിങ് 1. R2ൽ ചേഞ്ച് വരുത്തണം. അവിടെ 2 ആണ്. സോ നമുക്ക് R2 -2 ഇൻറ്റു 2 ആയതുകൊണ്ട് -2. സോ 2 ഇൻറ്റു നമ്മുടെ ലീഡിങ് 1 ഫസ്റ്റ് റോയിലാണ്. ഇവിടെ 0 ആണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാനില്ല. R4ൽ ചേഞ്ച് വരുത്തണം. R4 -2 R1. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും 1 3. ഫസ്റ്റ് റോയിൽ മാറ്റമില്ല, തേർഡ് റോയിലും മാറ്റമില്ല. ഇവിടെ 0, ഇവിടെ ഓൾറെഡി 0, ഇവിടെ 0. ഇനി ഇവിടെ നമുക്ക് 0 വരും. നിങ്ങളൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യുക. സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇവിടെ അത് ചെയ്യാത്തത്. പിന്നെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ചെയ്ത് പ്രാക്ടീസ് ആക്കുക. തെറ്റാൻ ചാൻസ് ഉണ്ട് മെട്രിക്സ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രോബ്ലം അതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്ലസ്സോ മൈനസോ അങ്ങനെ മാറിയാൽ തന്നെ ഉത്തരം നല്ല രീതിയിൽ ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അത്രയാണ് ഇവിടെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ കറക്റ്റ് അല്ലേ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളൂ. 18 വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആദ്യത്തെ റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ അടുത്ത റോയിൽ അടുത്ത എൻട്രി 0 ആണ്. അതിന് താഴെയുള്ളതെല്ലാം 0 ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ 0യും ഇവിടെ ഏതെങ്കിലും നോൺ 0 നമ്പർ ആണെങ്കിൽ R2 ചേഞ്ചസ് ടു R3 എന്നുള്ള ഇൻ്റർചേഞ്ചസ് ടു R3 എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. ഇവിടെ എല്ലാം 0 ആണ്. അപ്പോൾ നമുക്കത് വേണ്ട. അടുത്ത നോൺ 0 എൻട്രി നോക്കുന്നു. ഇവിടെ -1 ആണ്. സോ നമുക്ക് അവിടെ 1 ആക്കണം. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. -1ൻ്റെ റെസിപ്രോക്കൽ
1/-1 അതായത് -1 തന്നെ വരും. സോ -R2 തന്നെ കിട്ടും. സോ നമുക്കിങ്ങനെ കിട്ടും 1 3. സെക്കൻഡ് റോയിൽ മാത്രമാണ് ചേഞ്ച് ഉള്ളൂ. 0 0 1 ഇവിടേക്കും സൈൻ ചേഞ്ച് ആവും. ഈ ഒരു ചേഞ്ചാണ് അവിടെ ഉള്ളത്. 1 2 0 3 ബാക്കി 2 റോസും അതുപോലെ തന്നെ 0 0 5 0 15 0 0 4 8 0 18. ഇനി വേണ്ടത് ആ ഒരു കോളത്തിലുള്ളതാണ് നമ്മുടെ ലീഡിങ് വൺ. തേർഡ് കോളത്തിലാണ്. ആ കോളത്തിലെ ബാക്കി എല്ലാ എൻട്രീസും 0 ആക്കുന്നു. സോ ഇവിടെ 0 ആവണം, ഇവിടെ 0 ആവണം, ഇവിടെ 0 ആവണം. സോ നമുക്ക് ട്രാൻസ്ഫർമേഷൻസ് ചെയ്യാൻ കുറച്ചുണ്ട്. ഫസ്റ്റ് റോയിൽ മാറണം. R1 ചേഞ്ചസ് ടു അവിടെ -2 ആണ്. സോ +2 ഇൻറ്റു നമ്മുടെ ലീഡിങ് വൺ സെക്കൻഡ് റോയിലാണ് +2 R2. R3 ചേഞ്ചസ് ടു R3 അവിടെ 5 ആണ്. സോ -5 R2. R4 ചേഞ്ചസ് ടു അവിടെ 4 ആണ്. R4 -4 R2. അപ്പോൾ ഇത്രയും ട്രാൻസ്ഫർമേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ഇതിനോട് ഈക്വലൻ്റ് ആയിട്ട് 1 0 0 0 3 0 0 0 0 1 0 0. ബാക്കി എൻട്രീസ് ഞാൻ എഴുതാം. 4 2 6 2 0 3 0 0 0 0 0 6. ഓക്കെ, ഇനി അടുത്ത റോയിലേക്ക് കിടക്കുക. അതിലെല്ലാ എൻട്രീസും 0 ആണ്. പക്ഷേ ഫോർത്ത് റോയിൽ non-zero എൻട്രി ഉണ്ട്. ഇവിടെ 6 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം ഇവിടെയും കൂടിയും 0 ആണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ വെച്ച് നമുക്ക് നിർത്താവുന്നതാണ്. പക്ഷേ അവിടെ non-zero എൻട്രി ഉള്ളത് കൊണ്ട് ഇതിന് താഴെയാണ് വരുന്നത്. ആ 2 റോസും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. R3 ഇൻ്റർചേഞ്ചസ് ടു R4. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും റോയിൽ മാറ്റൊന്നുമില്ല, അവരതിനെ അതുപോലെ തന്നെ നിർത്തുന്നു. തേർഡ് റോയിലേക്ക് ഫോർത്ത് റോ കയറി വരുന്നു. അവർ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് റോയിൽ ഇപ്പോൾ ഫുള്ള് 0 ആണ്. ഇനി തേർഡ് റോയിലെ ഫസ്റ്റ് non-zero എൻട്രി 6 ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഇനി 1 ആക്കണം. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. R3 ചേഞ്ചസ് ടു ഇവിടെ 6 ആണ്. 1/6 R3. ഈ ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 1 3 0 4 2 6 0 0 1 2 0 3 0 0 0 0 0 1. ലാസ്റ്റ് റോ ഫുള്ള് 0 ഇങ്ങനെ കിട്ടും. ഇനി വേണ്ടത് ആ ലീഡിങ് വൺ ഉള്ളത് ഇവിടെയാണ്, ലാസ്റ്റ് കോളത്തിലാണ്. അവിടുത്തെ ബാക്കി non-zero എൻട്രീസ് ഉണ്ടെങ്കിൽ അതെല്ലാം 0 ആക്കണം. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ R1 ഇവിടെ ഓൾറെഡി 0 ആണ്. അപ്പോൾ ഒന്നും ചെയ്യണ്ട. R1 ചേഞ്ചസ് ടു R1 -6 R3. R3യിലാണ് ലീഡിങ് വൺ. R2 ചേഞ്ചസ് ടു R2 -3 R3. ഈ ട്രാൻസ്ഫർമേഷൻ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. 1 3 0 4 2 6 0 0 1 2 0 3 0 0 സോറി ഇവിടെ 6 ഉണ്ട്, അവിടെ 0, ഇവിടെ 0 സോറി 0 0 0 0 1 0 0 0 0 0 0. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ തിരിച്ച് മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി 1 3 0 4 2 0 0 0 1 2 0 0 0 0 0 0 0 1 0 0 0 0 0 0 ഇൻറ്റു R unknowns ആണ് x1 x2 x3 x4 x5 x6 ഈക്വൽ ടു 0 0 ഫുള്ള് 0 ആണ്, ഹോമോജീനസ് ആണ്. ഇനി ഇതിനെ നേരത്തെ പോലെ 1 ഇൻറ്റു x1 3 ഇൻറ്റു x2 സോ x1 പ്ലസ് 3 x2 0 ഇൻറ്റു x3 അപ്പോൾ അത് ആവശ്യമില്ല, പ്ലസ് 4 x4 പ്ലസ് 2 x5 ഈക്വൽ ടു ദെൻ 0 ഇൻറ്റു x6 ആണ് ഈക്വൽ ടു 0. അടുത്തത് 0 ഇൻറ്റു x1 0 ഇൻറ്റു x2 1 ഇൻറ്റു x3 അപ്പോൾ ഒരു x3 ഉണ്ട്, 2 ഇൻറ്റു x4 പ്ലസ് 2 x4 ദെൻ 0 ഇൻറ്റു x5ഉം 0 ഇൻറ്റു x6ഉം അത് ആവശ്യമില്ല ഈക്വൽ ടു 0. ഇനി അടുത്തത് 0 0 ഇവിടേക്കും 0, ലാസ്റ്റ് x6 ഈക്വൽ ടു 0. ലാസ്റ്റ് റോയ്ക്ക് പ്രത്യേകിച്ചൊന്നുമില്ല.
അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും x6 കിട്ടി. x6 ഈക്വൽ ടു 0 ആണ്. ബാക്കിയുള്ളത് നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നോക്കാം, ഇവിടെ 3 നോൺ സീറോ റോസ് ആണ്. സോ റാങ്ക് ഓഫ് എ 3 ആണ്. എയുടെ റാങ്ക്. നമ്പർ ഓഫ് അൺനോൺസ്, അതായത് x1 x2 അങ്ങനെ x6 വരെ ഉണ്ട്, അത് 6 ആണ്. അപ്പോൾ ഇവർ ഈക്വൽ അല്ല. റാങ്ക് ഓഫ് എ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. അപ്പോൾ എത്ര കുറവുണ്ടോ അത്രയും വേരിയബിൾസിന് നമ്മൾ ആർബിട്രറി ആയിട്ടുള്ള വാല്യൂസ് അസൈൻ ചെയ്യും. സോ 6 - 3 = 3 വാല്യൂസിന് നമ്മൾ ആർബിട്രറി വാല്യൂസ് അസൈൻ ചെയ്യും. അതങ്ങനെ എല്ലാവർക്കും വെറുതെ അങ്ങോട്ട് അസൈൻ ചെയ്യല്ല. ലീഡിങ് വൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളവർക്കല്ല അസൈൻ ചെയ്യേണ്ടത്. ഇവിടെ ലീഡിങ് വൺ ഉണ്ട്, ഇവിടെ ലീഡിങ് വൺ ഉണ്ട്, ഇവിടെ ലീഡിങ് വൺ ഉണ്ട്. ഇത് x1 കറസ്പോണ്ടിങ്, ഇത് x2 കറസ്പോണ്ടിങ്, x3, x4, x5, x6. ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ x1 x3 x6 ഓൾറെഡി വാല്യൂ കിട്ടി. x1 x3 ആർബിട്രറി വാല്യൂ നമ്മൾ അസൈൻ ചെയ്യാൻ പാടില്ല. ഫ്രീ വേരിയബിൾസ്, അവിടെ ഈ ലീഡിങ് വൺ ഇല്ലാത്ത കോളംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസിനെയാണ് ഫ്രീ വേരിയബിൾസ് എന്ന് പറയുന്നത്. അവർക്കാണ് നമ്മൾ ആർബിട്രറി വാല്യൂസ് അസൈൻ ചെയ്യേണ്ടത്. സോ x2 മൂന്നാൾക്ക് അസൈൻ ചെയ്യണം. x2, x4, x5 ഇവരാണ് ഫ്രീ വേരിയബിൾസ്. അപ്പോൾ അവരേനെ ഇതിങ്ങനെ എടുത്ത് എഴുതണമെന്നൊന്നും നിർബന്ധമില്ല. x2, x4, x5 ഇവരാണ് ഫ്രീ വേരിയബിൾസ്. അസൈൻ arbitrary parameters. Free variables. അപ്പോൾ നമുക്ക് അവിടെ 3 വേരിയബിൾസ് ഉണ്ട്. ആറും എസും ടീന്നും എടുക്കാം. x2 = r, x4 = s ആൻഡ് x5 = t. അപ്പോൾ ഇതിൻ്റെ ഇവരുടെ ഒരു ടേംസിലെ x1, x2, x3, x5, x6 ഇതുവരെയുള്ള എല്ലാവരെയും ആറും എസും ടിയുടെയും ടേംസിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. നമുക്ക് ഓൾറെഡി x1 = -3x2 -4x4 ഈ ഒരു ഇക്വേഷനിൽ നിന്നും -2x5 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ -3r -4s -2t. ഇനി x3 സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും -2x4 എന്ന് കിട്ടും. സോ -2s. ഇനി അതുപോലെ x5 x6 ഓൾറെഡി കിട്ടി. x4 നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു വെക്ടറായിട്ട് എഴുതാം. x1 -3r -4s -2t ഫസ്റ്റ് വെക്ടർ. x2 r ആണ്, x3 നമുക്ക് -2s ആണ്, x4 s ആണ്, x5 t ആണ്, x6 0 ആണ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ആർബിട്രറി ആയിട്ട് ഇതിൻ്റെ ജനറൽ സൊല്യൂഷനിൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ആറും എസും ടിക്കും ആർബിട്രറി ആയിട്ട് ഏതെങ്കിലുമൊക്കെ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പെർട്ടിക്കുലർ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതെല്ലാം ഇതിൻ്റെ സൊല്യൂഷനാണ്. ഇപ്പോൾ ആറിന് 1, എസിന് ഞാൻ 0, ടിക്ക് -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു R6 ഒരു വെക്ടർ കിട്ടും. അത് ഇതിൻ്റെ സൊല്യൂഷനാണ്. ഇനി ഞാൻ വേറെ വാല്യൂ ആറിന് -1, എസിന് ഒരു 2, ടിക്ക് ഒരു 1/2 ഇത് കൊടുത്താൽ മറ്റൊരു സൊല്യൂഷൻ കിട്ടും. അങ്ങനെ കോടിക്കണക്കിന് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. സോ ഇതിൽ നിന്നും സൊല്യൂഷൻ സ്പേസ് ഉണ്ടാക്കാൻ r ഇൻറ്റു സംതിങ് R6 ഒരു വെക്ടർ പ്ലസ് എസ് ഇൻറ്റു മറ്റൊരു വെക്ടർ പ്ലസ് ടി ഇൻറ്റു മറ്റൊരു വെക്ടർ, ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ r എടുക്കുമ്പോൾ ഫസ്റ്റ് റോയിൽ r ഉണ്ട്, -3r ആണ്. സോ -3. സെക്കൻഡ് റോയിൽ r ഉണ്ട്, അവിടെ വെറും r ആണ്. അപ്പോൾ 1 × r ആണ്, അപ്പോൾ അവിടെ 1. തേർഡ് റോയിൽ r ഇല്ല, സോ 0. ഫോർത്ത് റോയിൽ 0, ഫിഫ്ത്ത് റോയിലും 0, സിക്സ്ത് റോയിലും 0. ദെൻ പ്ലസ് അടുത്ത വേരിയബിൾ എസ് ആണ്. ഫസ്റ്റത്തേൽ -4 ഉണ്ട്, സെക്കൻഡിൽ ഇല്ല. തേർഡ് റോയിൽ -2 ഉണ്ട്, ഫോർത്ത് റോയിൽ 1 ഉണ്ട്, ഫിഫ്ത്തും സിക്സ്ത്തും റോയിൽ എസിൻ്റെ വേരിയബിൾസ് ആരും വരുന്നില്ല. പ്ലസ് ടി ഇൻറ്റു ഫസ്റ്റ് റോയിൽ -2 ഉണ്ട്, സെക്കൻഡ് റോയിൽ 0, തേർഡ് റോയിൽ 0, ഫോർത്ത് റോയിൽ 0, ഫിഫ്ത്ത് റോയിൽ 1 ഉണ്ട് ആൻഡ് ലാസ്റ്റ് റോയിൽ 0. അപ്പം ഇങ്ങനെയാണ് നമുക്കിതിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. r ഇൻറ്റു -3 1 0 0 0 പ്ലസ് എസ് ഇൻറ്റു -4 0 -2 1 0 0 പ്ലസ് ടി ഇൻറ്റു -2 0 0 0 0 1 0. അപ്പോൾ ഈ 3 വെക്റ്റേഴ്സ് ഈ R6ലെ 3 വെക്റ്റേഴ്സ് ആണ്
ഇതാണ് അതിൻ്റെ നൾ സ്പേസിൽ ആർബിട്രറി ആയിട്ടുള്ള ഒരു വെക്ടർ. അപ്പോൾ ഈ 3 വെക്ടേഴ്സും നൾ സ്പേസിലെ ഏത് വെക്ടർ ഇതിൻ്റെ എല്ലാ സൊല്യൂഷൻസും ഈ ഒരു ഫോർമാറ്റിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ആറിനും എസിനും ഡിക്കും നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ അതെല്ലാം AX = 0 എന്നുള്ളതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം അതിൻ്റെ സൊല്യൂഷൻസ് ആണ് വരിക. സോ എല്ലാ സൊല്യൂഷൻസും ഈ ഒരു ഫോർമാറ്റിലാണ്. ഇത് സം K1 ഇൻറ്റു ഒരു വെക്റ്റർ, ഞാൻ ഇതിനെ V1 എന്ന് വിളിക്കുന്നു, പ്ലസ് K2 ഇൻറ്റു V2 പ്ലസ് K3 ഇൻറ്റു V3. ഈ ഒരു ഫോർമാറ്റിലാണ്. K1 പകരം 6, എസിന് പകരം K2, ടിക്ക് പകരം K3, അതായത് K3ക്ക് പകരം ടി. ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. സോ ഇതിൻ്റെ നൾ സ്പേസിൻ്റെ ബേസിസിലെ വെക്റ്റേഴ്സ് ഞാൻ V1 എന്നുള്ളത് ഫസ്റ്റ് വെക്ടർ -3 1 0 0 0 0, V2 -4 0 -2 1 0 0, and V3 -2 0 0 0 1 0. ഇതാണ് ഇതിൻ്റെ നൾ സ്പേസിൻ്റെ ബേസിസ്. സോ ബേസിസ് ഫോർ നൾ സ്പേസ് ഓഫ് എ സെറ്റ് V1 V2 V3. ഇതാണ് അതിൻ്റെ ബേസിസ്. ഇവർ സ്പാൻ ചെയ്യുന്ന സ്പേസ് ആണ് ഇതിൻ്റെ നൾ സ്പേസ്. ഓക്കെ.